ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് 3 ടിഫിൻ റെസിപ്പീസ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പീസാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. നമുക്ക് എന്നും രാവിലെ എണീക്കുമ്പോൾ വലിയൊരു ടെൻഷനാണല്ലോ എന്താണെന്ന് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടുക. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 3 റെസിപ്പീസാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പനീർ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു ചെറിയ സവോള 1/2 കപ്പ് ഉണ്ട്. സവോളയൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്കും ഇനി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതാണ്. അത് വെളുത്തുള്ളി ചേർക്കണമെന്നില്ല, ഇഞ്ചി മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇഞ്ചി മാത്രമാണ് ഞാൻ ഇപ്പോൾ ചതച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി ആവശ്യമില്ല, ഒരു ചെറിയ പീസ് ചേർത്തിട്ടുള്ളൂ. അതും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചെറിയ തീയിൽ വെച്ചാൽ മതി. വരുന്നതിന് ശേഷം പിന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസാണ്. ഇപ്പോൾ ഞാൻ 2 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് പച്ചമുളക് ചേർക്കണമെന്നുള്ളവർക്ക് 2 പച്ചമുളകും കൂടി ചേർക്കാം. നടുവ് പുറന്നിട്ടാലും മതിയാകും. കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ എരിവ് നോക്കണമല്ലോ. അതിനുശേഷം ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു 1/4 കപ്പ് ഇടുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രമാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേറെ ഏതൊക്കെയാണ് ചേർക്കാൻ താല്പര്യമുള്ളത് അതൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ ഇട്ട ബീൻസും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഏകദേശം നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും പനീറുമാണ്. അപ്പോൾ ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കേണ്ടത്. കാരണം അതിന് ഒത്തിരി നേരമൊന്നും വഴറ്റുന്നില്ല. പിന്നെ ചേർക്കുന്നത് പനീറാണ്. ഞാനൊരു 50 ഗ്രാം പനീർ ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പനീറും ക്യാരറ്റും ഇട്ടതിന് ശേഷം ഒത്തിരി നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതിയാകും. പിന്നെ അതിൽ ഞാൻ ഇച്ചിരി ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും. അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. നമ്മൾ തലേദിവസം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് എടുത്തതിനകത്തോട്ട് മിക്സ് ചെയ്താൽ മതിയാകും. നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുന്ന താമസം ഉണ്ടാകുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പോ ഇതൊക്കെ ആവശ്യമുള്ളത് നമുക്ക് വേറെയും ആഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നല്ലപോലെ റെഡിയായി വന്നിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നല്ലപോലെ എല്ലായിടത്തും ആവി കയറി വെജിറ്റബിൾസും ചോറും എല്ലാം കൂടി കറക്റ്റായിട്ട് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളല്ലേ, വേവിച്ച് വെച്ച ചോറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി നല്ലൊരു പുലാവാണ്. പനീർ വെജിറ്റബിൾ പുലാവ് ഹെൽത്തിയുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് ഇത് റെഡിയാക്കാം. നമുക്ക് റൈസിൻ്റെ കൂടെ കുട്ടികൾക്ക് ചെറുതായിട്ട് ഏതെങ്കിലും സ്നാക്സും കൂടി കൊടുക്കാം. അതിനകത്ത് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റോ അതുപോലെ ഫ്രൂട്ട്സോ ഒക്കെ വെക്കാം. ഇപ്പം ഞാനിവിടെ 2-3 പീസ് കുക്കുംബറും അതുപോലെ 1 ഗ്രീറ്റഡ് ഹാർട്സിന് 2 ബിസ്ക്കറ്റും വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിഫിനിൽ കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ട് റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് പാസ്ത എടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിലോട്ട് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാനായിട്ട്. പാസ്ത വെന്തോന്നൊന്ന് നോക്കിയതിന് ശേഷം അതിനെ ഒന്ന് പാത്രത്തിലോട്ട് ഊറ്റാം. അപ്പോൾ ഒരു 8-10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ തന്നെ പാസ്ത റെഡിയാകും. അതിനുശേഷം ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക. ഞാൻ ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക് ഒരെണ്ണം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള ഇതുപോലെ ചെറുതാക്കി പൊടി പോലെ നമുക്ക് അരിയണം. അതിനുവേണ്ടി അപ്പം ഈ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെജിറ്റബിൾ കട്ടറിലോട്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് പൊടി പോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഇതിനകത്തോട്ട് വേണ്ടത് കുറച്ച് സവോള ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ട് വെക്കണം. പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരികയാണ്. പാസ്ത ആയതുകൊണ്ട് തന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിനെ വലിയ പീസുകളായിട്ട് നേരത്തെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, വലിയ പീസാക്കി അതേ സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ചെറിയ ഇതുപോലത്തെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് പണി എളുപ്പമാകും. അപ്പോൾ ഞാൻ സവോള വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തായിരുന്നു. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം.
ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് വേണം വഴറ്റാനായിട്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നു. കാരണം ഇത് ഒത്തിരി നേരം വഴറ്റണ്ട, അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുന്നവരെ മാത്രം വഴറ്റിയാൽ മതിയാകും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ അതും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ പറ്റുമേ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരാനായിട്ടാണ് കുറച്ച് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ പാസ്ത സോസ് ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചും കൂടി ഇട്ടതിന് ശേഷം ഒറിഗാനോ ഇട്ടാൽ മതി. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പാസ്ത ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു രുചിയായിട്ട് മാച്ചാവണമല്ലോ, അതിന് വേണ്ടി നമ്മളിതൊക്കെ ചേർക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടി കണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നു. ഈ സമയത്ത് നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത മിക്സ് ചെയ്ത് കൊടുക്കാം. പാസ്ത എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് എല്ലാ സൈഡിൽ നിന്നും എല്ലാം കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ കുറച്ച് നേരം ഒന്ന് വെച്ച് എല്ലാം കൂടി നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം. കാരണം എല്ലാ പീസിലും ഓരോ പാസ്തയുടെ പീസിലും നമ്മുടെ മസാല ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിരിക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് മയോണൈസും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ആ ഗ്രേവി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടി അങ്ങനെ ചേർത്തു എന്നുള്ളത്. പിന്നെ ഞാൻ എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് ഓറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എരിവ് എത്രത്തോളം കഴിക്കാൻ പറ്റുന്നതനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ ലാസ്റ്റ് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് മെൽറ്റായി വരുന്നവരെ 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്ക് എടുക്കാവുന്നതായിരിക്കും. ഇപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഈ പാസ്തയൊക്കെ നമ്മൾ തലേദിവസം തന്നെ വേവിച്ച് വെക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് രാവിലെ റെഡിയാക്കാനും പറ്റും. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സിലോട്ട് ഒരു ഫ്രൂട്ടും അതുപോലെ 1-2 ലിറ്റിൽ ഹാർട്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം. ഇനി അടുത്തത് കാണിക്കുന്നത് ടാക്കോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി, ഉപ്പും അതുപോലെ ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പൊടി കുഴയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുവാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് റെഡിയാക്കുന്നത്. സാധാരണ നമ്മൾ ടാക്കോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അത് മൈദയിലായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് കുഴച്ച് വെച്ച് ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. കുക്കർ റെഡിയാകുന്ന സമയത്ത് നമുക്ക് സവോളയൊന്ന് വഴറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് കുറച്ച് സവോള വഴറ്റിയെടുക്കണം. ഈ രീതിയിൽ നല്ല പൊടിച്ച പൊടി പോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ എണ്ണ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഡ്രൈ ചില്ലി, ഇത് കാശ്മീരി ചില്ലിയാണ്, അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് മാത്രമല്ല, ഇത് മിക്സ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് 1-2 ആഴ്ചയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള നമുക്ക് ഇതിൻ്റെ ഒരു പോർഷൻ എടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മാവ് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാക്കോയുടെ ബേസ് തയ്യാറാക്കാം. ഇനി ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണമെന്നില്ല. വലിയ ഒരെണ്ണം ഉണ്ടാക്കുക, അതിനുശേഷം നമുക്ക് അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മാവെടുത്തിട്ട് വലിയതായിട്ടൊന്ന് പരത്തിയെടുക്കുവാണ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈസി. നമുക്ക് എത്രയാണ് രാവിലെ ഉണ്ടാക്കണം, ഒരു 3-4 ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വലിയതായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പം വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ടാക്കോയുടെ സൈസിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ടാക്കോയുടെ ബേസ് തയ്യാറാക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ചപ്പാത്തി പോലുള്ളത് ആദ്യം ഒരു ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ സാധാരണ ചപ്പാത്തി ചെയ്യുന്ന പോലെ, പക്ഷേ 2 സൈഡ് നമുക്ക് കറക്റ്റായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് എടുത്താൽ മതി. ഒരു സൈഡ് റെഡിയാക്കുക, മറ്റേ സൈഡിൽ നമ്മൾ കുറച്ച് വേവ് കുറച്ച് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ആ മുളകും സവോളയും കൂടെ ഉണ്ട്, ഇതുപോലെ പൊടിയാക്കി ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഞാനിതുപോലെ എടുത്ത് വെക്കുവാണ്. നമുക്ക് പൊട്ടറ്റോ എല്ലാം നല്ലപോലെ ഒന്ന് പൊളിച്ചെടുത്ത്, ഈ പൊട്ടറ്റോ നല്ലപോലെ വേകണം, എന്നാൽ നമുക്കിങ്ങനെ പൊടി പോലെ കിട്ടത്തുള്ളൂ. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് നേരത്തെ സവോളയുടെയും മുളകിൻ്റെയും കൂടി മിക്സും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് നല്ലപോലൊരു മിക്സ് തയ്യാറാക്കി വെക്കാം. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ചപ്പാത്തി റെഡിയാകും. ഒരു സൈഡ് നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട്, ഒരു സൈഡ് ഹാഫ് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ സൈഡിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ആദ്യം നാം കുറച്ച് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പൊട്ടറ്റോയുടെ മിക്സ് കൂടി വെക്കുന്നു. അതിനുശേഷം മുകളിലോട്ട് കുറച്ചുകൂടി ചീസ് ഇങ്ങനെ വെക്കുവാണ്. ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടച്ചു കൊടുക്കാം. പിന്നെ 2 സൈഡും ഒന്ന് കറക്റ്റായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക.
ഇപ്പോൾ ഞാൻ ബാക്കി 2 കൂടി ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ദോശക്കത്ത അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്നിച്ചാണ് കേട്ടോ ഇതിനെ ഒന്നും കൂടി നല്ല സൈഡെല്ലാം ഒന്ന് മൊരിച്ചെടുക്കുന്നത്. കാരണം ഇതെല്ലാം വെന്തതാണ്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് എണ്ണയോ നെയ്യോ ബട്ടറോ എന്നാന്ന് വെച്ച് തേച്ചതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് ക്രിസ്പി ആകുന്ന രീതിയിൽ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതിനകത്തെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വരികയും ചെയ്യും. ഇത് നോക്കിയൊക്കെ സൈഡിൽ നിന്ന് ആ ചീസൊക്കെ മെൽറ്റായിട്ട് കാണാനും നല്ല ലുക്കാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് നല്ലൊരു ഇഷ്ടപ്പെടും കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ്. പൊട്ടറ്റോയ്ക്ക് പകരം വേണമെങ്കിൽ പനീർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടോ ബിസ്ക്കറ്റോ 1-2 ഒക്കെ വെച്ചിട്ട് വേണം ടിഫിൻ പാക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ 3 ടിഫിൻ റെസിപ്പീസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് റെസിപ്പി തന്നെയാണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മതി. ചപ്പാത്തിയുടെ മാവ്, റൈസ് വേവിച്ച് വെക്കുക, പാസ്ത വേവിച്ച് ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.